Diego conmigo se va. Sus ojos son míos, eso no va a cambiar. Me quiere a mí, no importará tema. No, 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 no. Diego conmigo se va. Sus ojos son míos, eso no va a cambiar. Me quiere a mí, no importará tema. No, 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 no. ഏട്ടാ, ഈ ഫയല് മനുവിനെ ഏൽപ്പിച്ചു കേട്ടോ. അല്ല, നീ എവിടെ പോവാ? ഓഫീസില്. എന്താ, നിങ്ങൾ വരുന്നില്ലേ? എടാ, അച്ചുവിനെ കണ്ടില്ലേ? എത്ര നാൾ ശേഷം അവളിവിടെ വരുന്നേ. അതുകൊണ്ട് നമ്മൾ നാല് ഓഫീസിൽ പോകുന്നില്ല. ആ, ദർശ പറഞ്ഞതിനും കാര്യമുണ്ട്. അതിനോട് ഞാൻ 100% യോജിക്കുന്നു. എന്തായാലും നമുക്ക് ഓഫീസിൽ പോകുന്നില്ലെങ്കിൽ നമുക്കൊരു ഔട്ടിംഗ് കൂടെ പോവാം. എന്താ? അതെന്തിനാ ചെറിയേട്ടാ ഔട്ടിങ് പോയിട്ട് അവിടെ പോയി കിടന്നിറങ്ങാനാ? ഓഹോ, എന്റെ അനിമണിത്തെയും കൂടെ എനിക്കിട്ടുള്ള വേണോ രാവിലെ തന്നെ? ഔട്ടിങ് പോയിട്ട് ഞാനൊന്നും ഇറങ്ങാൻ പോകുന്നില്ല. ഇനി അഥവാ മനുഷ്യന്റെ കാര്യല്ലേ, ചിലപ്പോ ഇറങ്ങിയാലേ ഉള്ളൂ. അത് മനുഷ്യരുടെ കാര്യം, ഇച്ഛയുടെ കാര്യമല്ല. എന്തായാലും നിങ്ങൾ എല്ലാവരും പോയിട്ട് വാ. എനിക്ക് ഓഫീസിൽ കുറച്ചധികം വർക്ക് ചെയ്യാനുണ്ട്. അത് പോയില്ലേ ശരിയാവില്ല. നിങ്ങൾ പോയിട്ട് അടിച്ചു പിടിച്ചിട്ട് വാ. എടാ ജയ്ക്ക്, നീ എന്ത് വർത്താനം പറയണേ? നീ ഇല്ലാണ്ട് ഞങ്ങളെല്ലാം കൂടെ എങ്ങനെ പോവാ? എടാ, അതെങ്ങനെ ശരിയാവാ? നീ ഇല്ലാണ്ട് ഞങ്ങൾ എങ്ങനെയാ? എടത്തി, ഞാനില്ല. എന്തോ എനിക്കിതിലൊന്നും മൂടില്ല. എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നു വേണ്ട. നിങ്ങളെല്ലാം കൂടെ പോയിട്ടോ. ജയ്ക്ക്, ശരി, എന്റെ പ്രോബ്ലം എന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല നിന്നെ. അലീന, എനിക്ക് നീ ഒരു പ്രശ്നമില്ല. നീ വെറുതെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യണ്ട. എന്താണ് ഞാൻ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തെന്നോ? ഇപ്പൊ ഞാനിവിടെ വന്നതിന്റെ പേരിലല്ലേ താനിപ്പോ അവരോടെല്ലാം ഭയങ്കര റൂഡ്ലി ബിഹേവ് ചെയ്യുന്നത്? തനിക്കിപ്പൊ ഞാനോടൊന്നും ഇഷ്ടപ്പെട്ടില്ല, അതല്ലേ താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് മുഖത്തോക്കി പറയണം. അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നീ ഇപ്പൊ എന്റെ വീട്ടിൽ താമസിക്കുന്ന ഇഷ്ടമല്ല, എന്റെ സിസ്റ്റേഴ്സിനോടും ബ്രദേഴ്സിനോടും സംസാരിക്കുന്ന ഇഷ്ടമല്ല. എന്താ, പോയി തരുമോ? ജേക്ക്, താനൊന്ന് പ്രപ്പോസ് ചെയ്തപ്പോ ഞാൻ ഹോ പറഞ്ഞ പേരിലാണോ ഇപ്പോഴും താനോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നേ? അച്ചു, ഈ ടോപ്പിക്ക് ഞാൻ പണ്ടേ വിട്ടതാ. ജേക്ക്, നിനക്ക് നല്ലതുപോലെ അറിയാം എനിക്ക് നിന്നോട് മിണ്ടായിരിക്കാൻ പറ്റില്ലെന്ന്. പക്ഷെ ഇത്രയും കാലം ഞാൻ എല്ലാം മറന്ന് മാക്സിമം ഞാൻ ഒക്കെ നോക്കി. ബട്ട് നിന്നെ കാണുമ്പോ നമുക്ക് ലവേഴ്സ് ആയിട്ടിരിക്കാൻ പറ്റില്ലെങ്കിൽ എന്താ, ഫ്രണ്ട്സ് ആയിട്ടിരിക്കാലോ. ഫ്രണ്ട്സ് ആയിട്ടിരിക്കാൻ മേ ബി നിനക്കത് പറ്റുമായിരിക്കും. പക്ഷെ സ്നേഹിച്ച പെണ്ണിനെ ഫ്രണ്ടായിട്ട് കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല. ആൻഡ് ഡു യു നോ സംതിങ്? എനിക്ക് ഇതിനോട് ഫീൽസ് നിനക്കറിയാമോ? അത് ജസ്റ്റ് ഒരു ഫ്രണ്ടിനോട് തോന്നുന്ന ഒരു ഫീലിങ്സ് അല്ല എനിക്ക് നിന്നോടുള്ളത്. ഡു യു നോ അബൌട്ട് ദാറ്റ്? അച്ചു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? അത് നീ സത്യം പറയൂ. അതെന്താ ചെറിയ അങ്ങനെ എങ്ങനെ ഫോർമാലിറ്റി ഒക്കെ അങ്ങ് ചോദിക്കേ, ഞാൻ തന്നെ പറയില്ലേ. ജെറിക്കും മാത്രമല്ല ഞങ്ങൾക്കും ചോദിക്കാനുണ്ട്.
ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്താ കാര്യം? അച്ചു, വേറൊന്നുമല്ല, നിന്റെയും ജയിക്കിന്റെയും കാര്യ. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ജയിക്കിനോട് ചോദിച്ചാൽ അവൻ ഒരിക്കലും ഞങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ആൻസർ തരാൻ ഞങ്ങൾക്ക് തോന്നില്ല. അതുകൊണ്ടാ നിന്നോട് ചോദിക്കുന്നേ. ഏട്ടാ, അത് പിന്നെ ആവുന്റെയും ധ്രുവചേട്ടന്റെ കല്യാണത്തിന്റെ ആ ഒരു സമയത്താ ഞങ്ങൾ തമ്മില്. എന്റെ പൊന്നു പിള്ളേരെ, കല്യാണം നടക്കാൻ പോകുന്ന വീടാ. നിങ്ങൾ ഇവിടെ എന്തോ കാണിയതേ? ആവു, നീ ഇങ്ങനെ എഴുന്നേറ്റ്. മേരി, നീ ഇവിടെ നിൽക്കണോ? അവിടെ എല്ലാവരും നിന്നെ അന്വേഷിക്കുക. നീ അങ്ങോട്ട് ചെന്നേ. എന്റെ പൊന്നു വെച്ചായ കിടക്കുന്ന കണ്ടിട്ട് നാലാണോ? ഇത് എത്ര സമയം എന്നറിയോ ഞാൻ വിളിക്കുന്നേ? നീ അങ്ങോട്ട് ചെല്ല്, ഞാൻ അവരെ എഴുന്നേപ്പിക്കാം. അപ്പു, ആമി, നിങ്ങളല്ലേ മൂത്തത്, നിങ്ങളുടെ വേഗം റെഡി ആയിക്കേ. എന്റെ പൊന്നു പപ്പ, ഞങ്ങളുടെ അല്ലല്ലോ കല്യാണം, ആവുന്റെ അല്ലേ. അവളോട് എഴുന്നേക്കാൻ പറ ഫസ്റ്റ്. ആ, പറഞ്ഞത് അത് ശരിയാണല്ലോ. ആവോ, അച്ചു, വേഗം എഴുന്നേറ്റേ. നമുക്ക് ഇനി കല്യാണം കഴിഞ്ഞിട്ട് ഇറങ്ങാം. അല്ല, നിങ്ങളെന്താ ലേറ്റ് ആയേ? എത്ര നേരം വെയിറ്റ് ചെയ്യുന്നറിയാവോ? അത് പിന്നെ ചായ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ്. അല്ല, എന്റെ ധ്രുവ എന്തേ? അവ റെഡിയായോ? ഞാനിവിടെ ഉണ്ട് ഏട്ടത്തി. എങ്ങനെയുണ്ട്, കൊള്ളാവോ? പിന്നെ അല്ലാണ്ട് ചോദിക്കണോ? എന്റെ അരി എന്തിട്ടാലും സൂപ്പർ അല്ലേ? എന്റെ ഒരു കാര്യം, എടാ ജേക്ക്, നിനക്കും ഇതുപോലൊരു ഡേ ഒക്കെ വേണ്ടേ? അതോ ഇനി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ബാച്ചിലർ ഇട്ടിരിക്കണം? അത് ധ്രുവ പറഞ്ഞ ശരിയാ. ആരെയിലുണ്ടെങ്കിൽ നോക്കി വെച്ചു, അടുത്തത് നീയാ. അത് ഞാൻ മാത്രം വിചാരിച്ചാ പോരല്ലോ, ആ പെണ്ണോട് വിചാരിക്കണ്ടേ? എന്റെ ദൈവമേ, ഞാൻ എന്തായി കേൾക്കുന്നേ? അച്ചു, ഒന്നെന്റെ കൂടെ വരൂ, എനിക്കൊരു കാര്യം വരാണ്ടായിരുന്നു. എടാ, എന്താ പറ്റേ? നിനക്കെന്താ പറയാനുള്ളേ? അച്ചു, ഇതെങ്ങനെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിപ്പോ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. അച്ചു, ഐ ലവ് യു. ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട്. എന്താ ജേക്ക്, ചുമ്മാ കളിക്കല്ലേ? നോ, ഐ എം സീരിയസ്. എനിക്ക് തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നോ ജേക്ക്, എനിക്കിതിന് താല്പര്യമില്ല. ഞാൻ തന്നെ വെറും ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കരുതിയേക്കുന്നത്. അതിന്റെ അപ്പുറം താൻ ഒന്നും പ്രതീക്ഷിക്കരുത് പ്ലീസ്. അവൻ പ്രപ്പോസ് ചെയ്ത് ഓക്കെ? അല്ല, നീ എന്തിനാ ഇപ്പൊ നോ പറഞ്ഞത്? അത് പിന്നെ അതിലൊരു റീസൺ ഉണ്ട്. അല്ല, ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു? എന്റെ പൊന്നു മോളെ, സത്യം പറയാലോ, ഇമ്മാതിരിയുള്ള ക്ലാസ് ഞാൻ എന്റെ ലൈഫ് അറ്റൻഡ് ചെയ്തിട്ടില്ല. എടി വേഗം വാ, ബി ബ്ലോക്കിൽ അടി നടക്കാന്ന് പറഞ്ഞേ. ഒരു ഹാൻസം പയ്യനാ. അടിയോ? നമ്മളെവിടെയോ? അങ്ങനെ ആരും വഴിയില്ലല്ലോ. എന്തായാലും വാ, നമുക്ക് നോക്കിട്ടില്ല.
ഹാൻസം പയ്യെന്ന് കേട്ടെ. എന്ത്? അപ്പോ ജയ്ക്ക് ഇങ്ങനെ അടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാണോ നീ അന്ന് അവരോട് നോ പറഞ്ഞത്? എന്റെ പൊന്നച്ചു, ഇതൊക്കെ ഒരു റീസൺ ആണോ? അല്ല തന്നെ ഇതിൽ പ്രശ്നം കാണാതിരിക്കും, അതുകൊണ്ടാണ് ജയിക്കുന്ന റിയാക്ട് ചെയ്തത്. അതിന് നീ ഇങ്ങനെ പോയിട്ട് വെറുതെ നോയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? എന്റെ പൊന്ന് ചേച്ചി, ചേച്ചി ആ ഫൈറ്റ് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ ചിലപ്പോ ഇങ്ങനൊന്നും പറയില്ല. അല്ല മോളെ, ജയിക്ക് അങ്ങനെ അടിക്കത്തൊന്നുമില്ല. ഇനി എന്തെങ്കിലും ആ പയ്യൻ വരെ തെറ്റി ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ജയിക്കുന്ന അടിച്ചിട്ടുണ്ടാവുക. അതുപോലെ നീ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത് പ്ലീസ്. അതെ, ആമി പറഞ്ഞത് ഞാൻ കാര്യം ഉണ്ടാവും. ജയ്ക്ക് എന്തെങ്കിലും ചെയ്യാണ്ട് ഒരിക്കലും ആരെ അടിക്കത്തൊന്നുമില്ല. മുള്ളത് വെറുതെ. ഏട്ടാ എന്തും ആയിക്കൊള്ളട്ടെ, പക്ഷെ ഒരു മനുഷ്യൻ ഇങ്ങനെയാണ് അടിക്കുന്നത്. ഐ എം എ ഡോക്ടർ. ഒരു ജീവൻ രക്ഷിക്കുന്നവർക്ക് മാത്രമേ ഒരു ജീവന്റെ വില മനസ്സിലാത്തുള്ളൂ. എടാ ധ്രുവ, ഇതൊരു നടക്ക് പോകുമെന്ന് എനിക്ക് തോന്നില്ല. അച്ചു ജയ്ക്കൊന്ന് അടിച്ചതിന്റെ പേരില്ല ഇപ്പൊ നോ പറഞ്ഞത്. ഇനി ജയ്ക്കൊരു മാഫിയാണെന്ന് അവളറിഞ്ഞ. എന്റെ പൊന്നേട്ടാ, അബദ്ധത്തിൽ പോലും ഒന്നും പറഞ്ഞേക്കരുത് പ്ലീസ്. ജയ്ക്ക് നമ്മൾ ഉറപ്പായിട്ടും കൊല്ലും. ആവോ, അപ്പോ അച്ഛനോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല, അച്ഛന് മാത്രം അറിയില്ല. ഇതിനെ കുറിച്ച് ചേക്കിട്ട് തന്നെ പറഞ്ഞത് അച്ഛനോടൊന്നും പറയണ്ടെന്ന്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞല്ലേ, നമ്മുടെ ജയിക്കിനെയും അച്ഛനും കൂടെ കല്യാണം കഴിപ്പിയാണ്. അവരിതുപോലെ പെർഫെക്റ്റ് മാച്ചാ. അത് നീ എപ്പോ പറഞ്ഞു? അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾ പറ, ഇന്ന് നമ്മൾ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാനില്ല എടുത്തി. വേറെ എന്ത് കാര്യത്തിൽ എടുത്തിനോട് കട്ട സപ്പോർട്ടിന് ഈ അനിയനുണ്ടാവും. പക്ഷെ ഈ ഒരു കാര്യത്തില് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നില്ല. കാരണം ജയ്ക്കൊന്നും അടിച്ചെടുക്കില്ല അച്ചു ഇപ്പൊ നോ പറഞ്ഞത്. ഇനി നമ്മളെ കുറിച്ചും നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ അച്ചു അറിഞ്ഞു കഴിഞ്ഞാൽ. കറക്റ്റ്. അച്ഛൻ ഓൾറെഡി ഡോക്ടറായതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് കാണും. അതുകൊണ്ട് അച്ഛൻ ഇതിനെ സംബന്ധിച്ച് എനിക്ക് തോന്നില്ല. അല്ല, ജയക്കേട്ടൻ അച്ഛനെ ഇഷ്ടമാണല്ലോ. അച്ഛൻ നോ പറഞ്ഞത് ഇങ്ങനത്തെ പ്രശ്നമുള്ളതുകൊണ്ടല്ലേ. നമുക്ക് അല്ലാണ്ട് ട്രൈ ചെയ്ത് നോക്കിയാലോ? അപ്പോ നീ എന്താ പറഞ്ഞു വരുന്നേ? അല്ല, ഇനി അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെങ്കിൽ തന്നെ നാളെ ഒരു സമയത്ത് ജയ്ക്കിനെ കുറിച്ച് അച്യുതൽ അറിഞ്ഞു കഴിയുമ്പോ അച്യുതൽ അക്സെപ്റ്റ് ചെയ്യോ? ഒരിക്കലും ഇല്ല.